ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻകുറത്തി മലകളുടെ സംരക്ഷണത്തിനായി നിത്യവും പൂജകളും വഴിപാടുകളും നടത്തുന്ന ഒരു കാവുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങൾ നശിക്കാതെ ഇന്നും നിലനിന്നു പോകുന്ന അപൂർവം കാവുകളിലൊന്ന്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലാണ് ഈ കാനനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനും പ്രകൃതിയും വേറിട്ട് ജീവിക്കാത്ത കാലത്ത് മലകളും പുഴകളും മറ്റ് പ്രകൃതി ശക്തികളും ദൈവങ്ങളായിരുന്നു. ആ ദേവതാ സങ്കല്പം തന്നെയായിരുന്നു മനുഷ്യ നിലനിൽപ്പിന്റെ ആധാരവും. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വന്നു പോകണമെന്നുള്ളത്. കേരളത്തിൽ 999 മലനടകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മലനടകളുടെയൊക്കെ അധിപനായി കണക്കാക്കുന്നത് കല്ലേലി അപ്പൂപ്പനെയാണ്. അരൂപിയായ ഒരു ശക്തി. കാട്ടുവഴികളിലെ കാറ്റിലും കഥ പറഞ്ഞൊഴുകുന്ന അച്ചൻകോവിലാറിലും കാടിന്റെ കുളിരിലൊക്കെ ആ ശക്തിയുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വതിലും ഈശ്വരഭാവം കണ്ട് ആരാധിച്ചു പോന്ന പ്രാചീന ജനതയുടെ മഹത്തായ സംസ്കാരത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ക്ഷേത്രം. കാലദോഷവും കർമ്മദോഷവും ഒക്കെ തീർത്ത് ദേശത്തിന്റെ കാവലാളായി അപ്പൂപ്പൻ ഇവിടെ വാഴുന്നു എന്നാണ് വിശ്വാസം. കിഴക്കുനിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാറിന്റെ തീരത്ത് പൂർണ്ണമായും കാടിന്റെ വശ്യതയിലും നിശബ്ദതയിലും ലയിച്ചു നിൽക്കുന്ന ക്ഷേത്രാന്തരീക്ഷം. ഊരാളിമാരാണ് ഇവിടെ പൂജകളൊക്കെ ചെയ്യുന്നത്. പൂർണ്ണമായും കൗളാചാര പ്രകാരമാണ് ഇവിടുത്തെ പൂജാവിധികളൊക്കെ. ആദി ദ്രാവിഡ ഗോത്ര കലാരൂപമായ കുംഭപ്പാട്ടാണ് ഊരാളിക്കാവിനെ ലോക പ്രശസ്തമാക്കുന്നത്. കൂടാതെ അത്യപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഭാരതകളി, തലയാട്ടം, മുടിയാട്ടം തുടങ്ങിയ ഗോത്ര സംസ്കൃതിയുടെ അനുഷ്ഠാന കലകൾ മുറതെറ്റാതെ നടന്നു വരുന്ന ഏക സ്ഥലവും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും. ഭാരത പൂങ്കുറവൻ പൂങ്കുറത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക കാവാണിത്. കൂടാതെ വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു കാനന ക്ഷേത്രം കൂടിയാണിത്. ജാതിഭേദമന്യേ ഇവിടെ ആർക്കും പ്രവേശിക്കാം എന്നുള്ളതും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കൂടാതെ വർഷത്തിൽ 365 ദിവസവും അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്ര സന്നിധിയും കൂടിയാണിത്. കല്ലേലിക്കാവിലെത്തുന്ന ഓരോ ഭക്തനും മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് എന്തായാലും തിരിച്ചു പോവുക. ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും പൊങ്കാലയിടാനുള്ള സൗകര്യം കൂടെ ഇവിടെയുണ്ട്. കൂടാതെ എല്ലാ ദിവസവും ഇവിടെ വാനരയൂട്ടും നടത്തുന്നുണ്ട്. കേട്ടറിവിനേക്കാൾ ഒരുപാട് വലുതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പൂപ്പനെ കാണുവാനായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഭക്തർ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരുടെയും വിശ്വാസം അപ്പൂപ്പൻ കൈവിടില്ല എന്ന് തന്നെയാണ്.